കേക്ക് എന്നും ഒരു വീക്ക്നെസ് സാധനമാണെങ്കിലും ഉണ്ടല്ലോ, ഉള്ള കണ്ട പഞ്ചസാര മുഴുവൻ എങ്ങനെയാണ് വലിച്ചു കയറ്റാതെ ഓർത്തിട്ട് വേണ്ടാന്ന് വെക്കണവരായിരിക്കും അല്ലേ നമ്മള്. അപ്പൊ ഇന്ന് പിടിച്ചോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക്, ഹെൽത്തി കേക്ക് എന്നൊക്കെ പറയാം നമുക്ക്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം 2 റോബസ്റ്റ പഴം ഇട്ടാ വേണ്ടത്. എൻ്റെ അടുത്താണെങ്കിൽ ആകെപ്പാട് ഒരെണ്ണം ഉണ്ടായുള്ളൂ, അതിൻ്റെതാണെങ്കിൽ അവർ ഇത്തിരി കേടുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ 2 പഴം തികച്ചെടുക്കണം കേട്ടാ. എന്നിട്ട് നല്ലോണം നിങ്ങൾ ഉടച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഉണ്ടല്ല 2 കോഴിമുട്ട, ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നല്ലോണം അടിച്ചിട്ട് നമ്മുടെ ഈ ഒരു പഴത്തിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ല ഒരു 1/2 കപ്പോളം ഗോതമ്പ് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടില്ലാണ്ട് വേണ്ടിട്ട് ഇളക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രമില്ലേ, അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചിട്ട് നല്ലോണം നമ്മൾ തട്ടി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. അത് വെറുതെ മെൽറ്റായി വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇട്ടതാണ്, പക്ഷെ അത് മെൽറ്റായി ഒന്നുമില്ല. ഇനി നമുക്കിതുണ്ടല്ലോ ഓവനിലോ എയർ ഫ്രയറിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഓവനൊക്കെ അനുസരിച്ചിട്ട് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും കേട്ടോ. ഞാൻ 170 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടാറിയിട്ട് വരട്ടെ മുറിച്ചെടുക്കാനായിട്ട്. ഇവിടെ എൻ്റെ മക്കൾക്ക് സമ്മതിക്കണ്ടേ, കേക്ക് മുറുക്കി എന്ന് പറഞ്ഞ പുറകെ നടക്കുക. നിങ്ങളിതല്ലോ ഇതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി എല്ലാം എടുക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ ഹൈറ്റിലെ പാത്രം നിറച്ച് കിട്ടുവേ.